കാലൊന്ന് മാറ്റിക്കേ. കാലെന്ത് വെട്ടിത്തരണോ? വെട്ടിത്തരൊന്നും വേണ്ട, ഇച്ചിരി നീക്കി വെച്ചാ മതി. നീ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടല്ലേ ഇപ്പൊ ചൂലെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്? അല്ല, ഞാൻ അവിടുത്തെ ഇങ്ങനെ തൂത്തു അങ്ങനെ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു, അതുകൊണ്ടാ. നിനക്ക് വേറെ എവിടെയെങ്കിലും തൂത്താ പറയാം, ഇവിടെ തന്നെ തൂക്കണമെന്ന് അത്ര നിർബന്ധം? അല്ല, എറയം തൂത്തിട്ട് അകത്തേക്കൊക്കെ തൂക്കാന്ന് വിചാരിച്ചാ കാലൊന്ന് മാറ്റുമായിരുന്നെങ്കിൽ ഒന്ന് തൂക്കായിരുന്നു. എന്റെ ലച്ചു, നീ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നിന്റെ പാട് നോക്കിപ്പോയേ. ചേട്ടാ, ഇത് വലിയ ശല്യമായില്ല. ഞാൻ നിനക്കൊരു ശല്യമാണ്, എനിക്കറിയാതെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, വലിയ കഷ്ടമാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ കിടന്നു അധികം ഉരുണ്ട് കളിക്കാനൊന്നും നോക്കണ്ട. അമ്മൂമ്മേ, അമ്മൂമ്മ പറ, ശരിക്കും എന്താണ് അമ്മൂമ്മയുടെ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല, നീ എന്റെ കണ്ണു മുമ്പിൽ നിന്ന് പോയി തരുവോ? അങ്ങനെ ഇപ്പൊ ഞാൻ മുമ്പിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മൂമ്മ കാര്യം പറഞ്ഞേ. നീ എന്താ അടിക്കാൻ ചൂലെടുക്കുന്നോ? ചൂല അവിടെ ഇട്ട് നീ കാര്യം പറ, ഞാൻ എന്റെ പിടിച്ചു കയറണ്ട. എനിക്കൊരു പ്രശ്നമില്ല, നീ നിന്റെ കാര്യം നോക്കി പോയാ മതി. നീ എന്നോട് വഴക്കുണ്ടാക്കാൻ നിക്കണ്ട. ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നല്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ ഒന്നും ഒരാവശ്യത്തിനും കിട്ടത്തില്ലല്ലോ. അതിന് ഞാൻ എന്താ ചെയ്തെന്ന് കൂടെ പറ. നിനക്ക് എന്തോ ഇവിടെ തിരക്ക്? നീ ഒരു കാര്യം ചെയ്യ്, 10 മണി വരെ കിടന്ന് ഉറങ്ങും. എനിക്കറിയാൻ പാടില്ല, ചോദിക്കാ വെറുതെ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. അല്ല, എന്താ പ്രശ്നം? ലച്ചു, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം വഷളാക്കല്ലേ കേട്ടാ. ഞാൻ എന്താ പറഞ്ഞെന്നാ? എന്താ ലച്ചു പ്രശ്നം? അമ്മ ചുമ്മാ കാര്യമൊന്നും ഇല്ലാതെ ഇങ്ങനെയൊന്നും പറയത്തില്ലല്ലോ. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അടുക്കളയിൽ കനകാന്റെ അടുത്ത് സംസാരിച്ച് 2 ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദോശ പോലും തിന്നീർക്കാൻ സമ്മതിച്ചില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഏതു സമയം തീറ്റി അല്ലെങ്കിൽ ഉറക്കം. തീറ്റി ഉറക്കം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു വരുന്നത് ഞാൻ ഇവിടുത്തെ പണിയൊന്നും എടുക്കുന്നില്ല എന്നല്ലേ? സിദ്ധുവിന്റെ അച്ഛനും അമ്മയും നിൽക്കുമല്ലേ? ചോദിച്ചു നോക്ക്. അമ്മ, പുഴിപ്പുറത്തെ എല്ലാ ജോലിയും ചെയ്യുന്ന ഞാനല്ലേ അമ്മ? അതെ അതെ അതെ, അവിടുത്തെ എല്ലാ ജോലിയും ചെയ്യുന്ന സീതയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്തുകൊണ്ടാ? ഞാൻ രാവിലെ എണീക്കുന്നതിന് മുന്നേ അമ്മ അടുക്കളയിൽ കയറി അടുക്കളപ്പണിയൊക്കെ ചെയ്തു തീർക്കും അല്ലേ അമ്മ? അതെന്തുകൊണ്ടാ? അതും കൂടെ ചോദിച്ചു നോക്ക്. അത് എന്റെ അടുത്തുള്ള സ്നേഹം കാരണം അല്ലേ അമ്മ? അതെ, ജീവന് കൊതിയുള്ളത് കൊണ്ടാ. ഓ, അതായത് എന്റെ പാചകം മോശമാണെന്ന് അല്ലേ അമ്മ? എന്റെ പാചകം മോശമാണോ അമ്മ? അച്ഛാ, ഞാൻ ഇതിനൊന്നുമില്ലട്ടാ. അതല്ല, എന്റെ കാന്താരി രസം അത് അച്ഛന് ഭയങ്കര ഇഷ്ടമല്ലേ? കാന്താരി രസം സൂപ്പറാ, അടിപൊളി പോകയും. കണ്ടാ, അമ്മയടുത്ത് ചോദിച്ചു നോക്ക്, അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ല അമ്മ? പിന്നെ അത് ഒരു വട്ടം കഴിച്ചോണ്ടല്ലോ, പിന്നെ ആ ടേസ്റ്റ് ആരും മറക്കത്തില്ല അല്ലേ ഏട്ടാ? പിന്നെ എന്ത് വേണം? ഒന്നും വേണ്ടേ. ഞാൻ ഇവിടെ തൂക്കുന്നതല്ല അമ്മമ്മയുടെ പ്രശ്നം, ഞാൻ അപ്പുറത്തെങ്ങാനും പോയി തൂക്കണം. പുത്തനച്ചി പരപ്പുറം തൂക്കും. പുത്തനച്ചി പെരപ്പുറം തൂക്കൂന്ന്? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ കൊല്ലായി, ഞാൻ എന്തിനു ഇനി പെരപ്പുറം തൂക്കണം? ഈ നാക്കില്ലായിരുന്നെങ്കിൽ എന്നേ പട്ടിയോ പൂച്ചയോ കൊണ്ടുപോയത്. പാരമ്പര്യ തായ് വഴി കിട്ടിയതാ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കരുത് കേട്ടെ. ഞാൻ പൊക്കോളാം എന്റെ പൊന്നെ. നല്ല ദേഷ്യത്തിലാണല്ലോ. ഒന്നുമില്ലെന്നേ, ഇങ്ങനൊക്കെ നിന്നാലേ ഒരു ചൂടുണ്ടാവത്തുള്ളൂ, ഇല്ലെങ്കിലേ മടി പിടിക്കും. അത് ഞാൻ പറയാതെ തന്നെ സീതയ്ക്ക് അറിയാവല്ലോ. അയ്യോ, ഞാൻ രാവിലെ പറഞ്ഞതിന്റെ പേരിലാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ അമ്മ ചെയ്യുന്നേ? അയ്യോ, അങ്ങനൊന്നുമില്ല. അങ്ങനെയുള്ള സ്വഭാവമൊന്നും ചോനറത്തലക്കാർക്കില്ല, പ്രത്യേകിച്ച് ഈ ഭവാനിക്ക് അറിയാലോ.